ഹലോ മൈ ഗൈസ്, വെൽക്കം ടു ന്യൂ ബ്ലോഗ്. ഞാനാണെങ്കിൽ നല്ല ഉറക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെട്ടെന്നാണെങ്കിൽ ബാറ്റിനാണെങ്കിൽ നല്ല കുളുകുളുന്ന ഒരു സൗണ്ട് ആയിട്ട് അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ ഡ്രസ്സും കാര്യം മാറ്റി നേരെ താഴോട്ടാണ്. സമയമാണെങ്കിൽ ഇപ്പൊ 12 മണിയായിക്കൊണ്ട് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു ഫുഡ് കിട്ടും. അതിലും കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടാകുമ്പോൾ യോറിന് ലാസ്റ്റ് ആയിട്ട് ചാർക്കോളെ ഉണ്ടാവും. അതൊന്ന് വരുന്നതിന്റെ ഷോ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ സാധനം അങ്ങ് ടേബിൾ എത്തുകയും ചെയ്തു. അങ്ങനെ അതും കിട്ടിയപ്പോൾ തന്നെ ഒന്ന് ബാറ്റിലാക്കിയിട്ട് നേരെ പോയിട്ട് ഒന്ന് കടന്നു ഉറങ്ങുമ്പോൾ അങ്ങനെ ഫുഡും കാര്യങ്ങളും കഴിച്ചതിന്റെ ഷോ ഞമ്മ നേരെ റൂമിലൊക്കെയാണ് ഞാൻ വിട്ടത്. അങ്ങനെ കടന്നുറങ്ങിയതിന്റെ ഷോ പിറ്റേസ് രാവിലെയാണെങ്കിൽ നമുക്കൊന്ന് പൈസ ഒന്ന് അയക്കാൻ, അതിനായിട്ടുമ്പോ ഒന്ന് ബാങ്കിലൊന്ന് പൈസ ഇട്ടിട്ട് വേണം ഒന്ന് നാട്ടിലൊക്കെ അയക്കാൻ. അങ്ങനെ ഓരോ പൈസ ആയിട്ട് ബാങ്കിൽ കിട്ടുന്ന ഷോ നമുക്കാണെങ്കിൽ ഈ റെസിറ്റും കൂടി എടുത്തിട്ട് വേണം ഒന്ന് ഷോപ്പിൽ വെക്കാൻ. അങ്ങനെ റെസിറ്റും വന്നിട്ടാകുമ്പോൾ നേരെ ഇടുന്ന് കിയാന്ന് വെച്ച്. ഇതാണെങ്കിൽ ഈ ചങ്ങായാണെങ്കിൽ ഭയങ്കര വീഡിയോ എടുക്കുന്ന കാര്യത്തിനൊക്കെ സപ്പോർട്ടുള്ള ഒരു ചങ്ങായി വെക്കും. അതിലും കഴിഞ്ഞ് ഷോപ്പിനൊപ്പം ഇങ്ങനെ വെറുതെ വെക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കാറ്റും കാര്യങ്ങളൊന്നും കൊള്ളാന്ന് വെച്ചു. അതിലും കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പുറത്താണെങ്കിൽ ചെറുങ്ങനായിട്ട് മഴ ആണെങ്കിൽ നമ്മക്കാണെങ്കിൽ നിസ്കരിക്കാണ്ടായിക്കൊണ്ട് നേരെ ബാക്കിലേക്കാണ്. അങ്ങനെ നിസ്കാരെല്ലാം കഴിഞ്ഞതിന്റെ ശേഷമാണെങ്കിൽ മൂക്കിനും ജലദോഷം കാര്യമായിക്കൊണ്ട് ബിക്സ് മുട്ടായിരുന്നു ബലിക്കാന്ന് വെച്ചു. അതിലും കഴിഞ്ഞതിന്റെ ശേഷം ഇതാണെങ്കിൽ നമുക്ക് വന്നിട്ട് ഒരു കസ്റ്റമർ തന്ന ഒരു പൈസ ആണ്. ഏത് കൺട്രീന്റെ പൈസ അറിയാത്തതുകൊണ്ട് നേരെ പേഴ്സിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിലും കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡെലിവറി കിട്ടിയിട്ട് നേരെ പുറത്തുപോയിട്ട് കുറച്ചമ്മ ഇരിക്കാന്ന് വെച്ചു. അതിലും കഴിഞ്ഞ് ഷോപ്പിന് പുറത്താണെങ്കിൽ നമ്മൾ അനാൻസിന്റെ ഡൂപ്പ് വന്നിട്ടുണ്ട്, ഓനോട് കുറച്ചമ്മ ബിസിയും പറഞ്ഞു. അതിലും കഴിഞ്ഞതിന് ശേഷം ഡ്യൂട്ടിയും കഴിഞ്ഞ് നേരെ റൂമിലൊക്കെ തന്നെയാണ്. ബാക്കി നാളെ ബായ്.